ഹലോ നമസ്കാരം മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് കാണുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. വളരെ നല്ല കാര്യം, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുന്നു. നിങ്ങളൊരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലാണ്. അതെല്ലാം ആണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. അതിനെ കാത്തിരിക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് വന്നിട്ടാകാം ഹാപ്പി ആകുന്നത്, ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു എനർജി നിങ്ങളിലുണ്ട്. ഓക്കെ, ആ എനർജിയിൽ നിന്ന് നിങ്ങളോട് പുറത്തു കടക്കാൻ പറയുന്നു. നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആണ്, അത് നല്ലതാണ്. നിങ്ങൾ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതും നല്ലതാണ്. യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് നല്ലതാണ് കൊണ്ടുവരിക. നിങ്ങളത് ഏതായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, ഒരു സ്പെസിഫിക് ആയിട്ടൊന്നും നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നില്ല. എനിക്ക് ഏറ്റവും നല്ലത് കൊണ്ടുതരിക എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഒരു സറണ്ടറിങ് എനർജി തന്നെയാണ്, പക്ഷെ ഡിറ്റാച്ച്മെന്റ് സംഭവിച്ചിട്ടില്ല. മനസ്സിലായോ? ഇതിന്റെ ഔട്ട്കം എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്, അതിൽ നിങ്ങൾ വളരെ അറ്റാച്ച്ഡ് ആണ് എന്ന് കാണുന്നു. അതിങ്ങനെ വരുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പ്രതീക്ഷയോടെ ആയിരിക്കുന്നത് നല്ല കാര്യം, പക്ഷെ ആ ഒരു വെയിറ്റിംഗ് എനർജി പാടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പൂർണ്ണമായും അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഒരു പക്ഷെ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലായിരിക്കാം കേട്ടോ. അതായത് സ്പെസിഫിക്കലി നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് കണക്ട് ആയിട്ടുള്ളതായിരിക്കാം. നിങ്ങൾ വളരെയധികം ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക, അവരെപ്പോഴാണ് വരിക, എവിടെയാണ്, എങ്ങനെയാണ്, ഇങ്ങനെ. പ്രത്യേകിച്ച് സിംഗിളും കൂടെ ആണെങ്കിൽ, കറന്റ് നിങ്ങളുടെ സ്റ്റാറ്റസ് സിംഗിൾ ആണെങ്കിൽ, നിങ്ങൾ ആ ഒരു എനർജി, വളരെയധികം ആ ഒരു എനർജിയിലാണ്. അവരിങ്ങനെ ഒരു വളരെയധികം പ്രതീക്ഷയോടെ എന്നതിനപ്പുറം ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളേറ്റവും ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ തന്നെയാണ് ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങളെപ്പോഴും ഏറ്റവും നല്ല രീതിയിലാണ് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാം ഉണ്ട് എങ്കിൽ പോലും ഓക്കെ, ഒരു സ്പെസിഫിക് പേഴ്സണെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. എനിക്ക് ഏറ്റവും നല്ല പങ്കാളി ആരാണോ, എനിക്ക് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പങ്കാളി ആരാണോ, അവരെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ അങ്ങനെയാണ് യൂണിവേഴ്സിനോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു ഡെസ്പറേഷൻ ഉണ്ട്. അത് പെട്ടെന്ന് നടക്കണം, അതിങ്ങനെ എന്താ നടക്കാത്ത, ആ ഒരു എനർജി നിങ്ങളിൽ വളരെ സ്ട്രോങ് ആണ്. അതാണ് നിങ്ങളോട് ഇപ്പോൾ ഉപേക്ഷിക്കാനായിട്ട് പറയുന്നത്. അതിൽ നിന്ന് വളരെയധികം ഡിറ്റാച്ച്ഡ് ആവാൻ പറയുന്നു. ആ ഒരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. പ്രസന്റ് മൊമെന്റിലുള്ള ചെറിയ സന്തോഷങ്ങളിൽ, ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഈ പ്രസന്റ് മൊമെന്റിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് എല്ലാം. ഓക്കെ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫോക്കസ് എല്ലാം ഇവിടെ തന്നെ ആയിരിക്കണം. നിങ്ങളുടെ കംപ്ലീറ്റ് ശ്രദ്ധ എവിടെയായിരിക്കണം, ഭാവിയിലായിരിക്കരുത്. ഓക്കെ, ആ ഒരു ഡിറ്റാച്ച്മെന്റ്, അതാണ് ഇവിടെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ആ ഡിറ്റാച്ച്മെന്റ് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ബിഗിനിങ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുക. അത് അറൗണ്ട് ദ കോർണർ എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് റിലേഷൻഷിപ്പിനെയാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത് തോന്നുന്നു. ഞാൻ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയത് എനിക്ക് ലവേഴ്സ് ആണ്. അപ്പം ആ ഒരു എന്താ പറയാ, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിനുള്ള സമയം വളരെയധികം അടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡിറ്റാച്ച്മെന്റ് അവിടെ വരേണ്ടതുണ്ട്. ഓക്കെ, ആ ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരാനായിരിക്കണം ഇനി മുതൽ നിങ്ങളുടെ ശ്രദ്ധ മൊത്തം. അപ്പോൾ ആ ഡിറ്റാച്ച്മെന്റിന് നിങ്ങൾ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൊടുത്ത് അതിലേക്ക് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അതിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഈ ഒരു കാര്യം അത് നടക്കേണ്ട സമയത്ത് നടന്നോളും. അതിനെക്കുറിച്ച് ഒരു ആദ്യം വേണ്ട, ഒരു ഡെസ്പറേഷനും വേണ്ട. അത് കൃത്യസമയത്ത് നടന്നോളും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴാണ് ആ ഒരു ഡിറ്റാച്ച്മെന്റ് നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിന് ഒരു എഫേർട്ട് എപ്പോഴാണ് എടുത്തു തുടങ്ങുന്നത്, അപ്പോൾ തുടങ്ങി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഫോർവേഡ് മൊമെന്റ്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആസ്പെക്റ്റിൽ
നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അത് ആ ഒരു ലെറ്റ് ഗോ എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു ഔട്ട്കമ്മിലേക്കുള്ള നിങ്ങളുടെ ഒരു കണക്ഷൻ ആണ്. നിങ്ങൾ വളരെയധികം ആ ഒരു എൻഡ് റിസൾട്ടിൽ അറ്റാച്ച്ഡ് ആണ്. അതിനെയാണ് നിങ്ങളോട് വിട്ടുകളയാൻ പറയുന്നത്. അതിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുക. നിങ്ങളുടെ പ്രസന്റ് മൊമെന്റ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ദിവസവും എന്ന് നോക്കുക. അത് കൃത്യമായി നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു വഴിപാട് പോലെയല്ല, ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. അതിന് മുന്നേ തന്നെ ഈ ആള് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിങ്ങളോട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബ്ലെസ്സിങ് എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ കാര്യം മാത്രമേ യൂണിവേഴ്സ് ഇപ്പോൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകാന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അതോടൊപ്പം തന്നെ നിങ്ങൾ 0606 എന്ന നമ്പർ 0606 എന്ന നമ്പർ ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ റീഡിംഗ് കാണുന്നതിന് 24 മണിക്കൂറിന് മുൻപ്, ഓക്കെ, ഇപ്പോൾ തുടങ്ങി 24 മണിക്കൂർ മുൻപ് ആ ഒരു ടൈമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഓക്കെ, എക്സ്ട്രാ ക്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് നോക്കാം. ഇത് ടൈംലെസ് ഗൈഡൻസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതൊരു യൂണിവേഴ്സിന്റെ ഒരു സൈൻ ആണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഗ്രൂപ്പ് 2 അറിയേണ്ടതായിട്ടുള്ളത്? ഓക്കെ, ഫോർ ഓഫ് സോർട്സ് എനർജിയാണ് അണ്ടർലൈൻ എനർജി ആയിട്ട് കാണുന്നത്. നിങ്ങൾ അതിന് റിലാക്സ്ഡ് ആവുക. നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു പോയൊരു കാര്യമുണ്ട്. അവസാനിച്ചു, ലിറ്ററലി സ്കെലിറ്റൻ പോലെ തന്നെ അത് അവസാനിച്ചു. അതിൽ ഇനി ഒരു റീസ്റ്റാർട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നിങ്ങളോട് അതിനെക്കുറിച്ചുള്ള അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാനാണ് പറയുന്നത്. അതിനെ ഉപേക്ഷിക്കുക. നിങ്ങൾ അതിലിപ്പോഴും നിങ്ങൾ അവിടെ തന്നെയാണ്. അതിലൊരു വീണ്ടും ഒരു എന്താ പറയുക റീസ്റ്റാർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾ ആ പ്രതീക്ഷ എവിടെയൊക്കെയോ വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അതങ്ങനെ സംഭവിക്കില്ല. അത് ലിറ്ററലി ഡെഡ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് അത് അവസാനിച്ചു കഴിഞ്ഞു. അതിലേക്ക് നിങ്ങൾ ഇനി ഒരിക്കലും ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ചെയ്യാണെന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. ആ കഴിഞ്ഞു പോയ കാര്യത്തിനെ വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്താ പറയുക, അങ്ങനെ നിങ്ങൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പണിയെടുത്താലും അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾക്ക് അതല്ല പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സംതിങ് ഡിഫറെന്റ്. ഓക്കെ, അവിടെ നിങ്ങളുടേതായ കുറെ ആക്ഷൻസ് എടുക്കേണ്ടതൊക്കെ ഉണ്ട്. അതിനോട് നിങ്ങൾ അലൈൻഡ് ആകേണ്ടതുണ്ട്. ജസ്റ്റ് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് മാത്രം അതിൽ മാറ്റം വരില്ല. അലൈൻഡ് ആക്ഷൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യത്തിന്മേൽ നമ്മൾ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്ത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് ആ കഴിഞ്ഞു പോയതിനെ അവസാനിച്ചു പോയതിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരാളല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരാളാണ്. നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുത്ത് അങ്ങനത്തെ ഒരു ലൈഫാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഡെസ്റ്റിൻഡ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത്. ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ശ്രദ്ധ മൊത്തം ഞാൻ അവിടെ ആയിരിക്കണം. ജീവിതത്തിൽ വിജയിക്കുന്നതിന്, ഉയരങ്ങളിൽ എത്തുന്നതിന്, ഉയരങ്ങൾ കീഴടക്കുന്നതിന്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ആക്ഷനാണോ അതിലേക്ക് എടുക്കാൻ പറ്റുന്നത്, എത്ര ചെറിയ ആക്ഷൻ ആണെങ്കിലും അതെടുക്കുക. അത് കൺസിസ്റ്റന്റ് ആയി എടുക്കുക. ഒരു ആത്മവിശ്വാസം ചെയ്ത് വരുമ്പോഴാണ് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഷിഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങളോട് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും ആക്ഷനാണ് ഈ ഒരു ജീവിത വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താലും എനിക്ക് കിട്ടുന്ന മെസ്സേജ് നിങ്ങൾ ഏതൊരു ഏരിയയിൽ ഫോക്കസ് ചെയ്താലും അതിൽ ഉയർന്ന നിലയിൽ വലിയ നിലയിലെത്താൻ
യോഗ്യതയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അതിന് അർഹതയുള്ള ഒരാളാണ്, അതിന് സാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഏരിയയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഏറ്റവും അധികം എന്താ പറയേണ്ടത്, മനസ്സിന് സംതൃപ്തി തരുന്ന ആ ഒരു മേഖലയിൽ ശ്രദ്ധ കൊടുക്കുക. പൂർണ്ണമായിട്ടും അതിലേക്ക് അതിൽ ഉയരങ്ങൾ കീഴടക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. നിങ്ങൾക്ക് എന്ത് ഫിസിക്കൽ ആക്ഷൻ ഓരോ ദിവസവും അതിലേക്ക് എത്തുന്നതിന്, നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഉയർന്ന ആ ഒരു എന്താ പറയുക ജീവിത വിജയം നേടുന്നതിന് നിങ്ങൾക്ക് എന്ത് ഫിസിക്കൽ ആക്ഷൻ ഒരു ദിവസം എടുക്കാൻ പറ്റുമോ അത് എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും അതിൽ ശ്രദ്ധ കൊടുത്ത് പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക ഒരു ആത്മാർത്ഥതയോടെ വേണം നിങ്ങൾ ആ ഒരു ഫിസിക്കൽ ആക്ഷൻ എടുക്കുന്നതിന്. അവിടെ ആയിരിക്കണം നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ, അല്ലാതെ അവസാനിച്ചു പോയതിലല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറയുന്നത്? നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഈ കഴിഞ്ഞ കാര്യത്തിൽ ഫോക്കസ് ചെയ്യും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്വയം തെറ്റിദ്ധരിക്കപ്പെടുക. അതുപോലെ തന്നെ നിങ്ങളാകെ എന്തോ ഒരു ഇല്യൂഷനിൽ പെട്ടുപോകും. ആ ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഒന്നുമില്ല, എന്നെ കൊണ്ട് ഇനിയൊന്നും സാധിക്കില്ല, ഓക്കെ, എനിക്ക് കിട്ടാവുന്നതിന്റെ ഏറ്റവും മികച്ചതായിരുന്നു ഈ ഒരു കാര്യം, പക്ഷെ അതെനിക്ക് നഷ്ടപ്പെട്ടു, ഇനി അതില്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല, അതിനേക്കാളും ചെറുതെന്തെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇങ്ങനെ കുറേ അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ്, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് മനസ്സിൽ, ഇപ്പോഴേ ഉണ്ട്. അത് ശക്തി പ്രാപിക്കും തോറും ആ ചിന്തകൾ കൂടുതൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും തോറും അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറും. അത് നമ്മുടെ സബ് കോൺഷ്യസിന്റെ കളിയാണ്. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും, നിങ്ങൾ ആരാണെന്ന് സ്വയം മറന്നു പോകും എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി അതിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറയുന്നത്. അതിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറയുന്നത്. അതിന്റെ ഉപകാരം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുക, അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സമാധാനം ഉണ്ടാകുകയും നിങ്ങൾക്ക് എന്താണ് അവസാനിച്ചു പോയത് അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽഡ് ആകുകയും അതിനെ ഫുള്ളി റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകുകയും ചെയ്യും. ഒരുപാട് നിങ്ങൾ വളരെയധികം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തും. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ കണ്ട സമയം 12:12 നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ സ്വയം മറന്നു പോകരുത് എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഈ ഒരു പാസ്റ്റ് എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യും തോറും നിങ്ങൾ സ്വയം ആരാണെന്നും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും നിങ്ങൾ മറന്നു പോയിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളോട് നിങ്ങളുടെ ഈ ഒരു മനുഷ്യജന്മത്തിനോട് ചെയ്യുന്ന അനീതിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.